തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ജഗതി വാർഡിലാണ്. ജഗതി വാർഡില് ശ്രീമാൻ രാംകുമാറാണ്. നമുക്ക് പുള്ളിയെ ഒന്ന് പരിചയപ്പെടാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തി 10 കൊല്ലത്തേക്കാൾ പരിചയമുണ്ട്. ഞാൻ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ വാർഡ് പ്രസിഡന്റായിരുന്നു. ആദ്യം ബൂത്ത് പ്രസിഡന്റായിരുന്നു. പിന്നെ ഉള്ള കൗൺസിൽ തെരഞ്ഞെടുപ്പ്, MP ഇലക്ഷൻ, MLA ഇലക്ഷനിൽ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റായിരുന്നു. ജയിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജയിക്കാം എന്നുള്ള എക്സ്പീരിയൻസ് ആണ്. അതെ, എങ്ങനെയാണ് ജഗതി വാർഡ് പുതിയ വാർഡാണോ പഴയ വാർഡാണോ? ജഗതി വാർഡ് പഴയത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ജഗതി വാർഡിനെ അവർ മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം മാറ്റിയിട്ട് കുറച്ച് ഭാഗം ആഡ് ചെയ്തു തന്നു. പണ്ട് ജഗതി വാർഡ് തിരുവനന്തപുരം നിയോജകമണ്ഡലം മാത്രമായിരുന്നു. ഇപ്പൊ അവർ ഒരു 620ഓളം വോട്ട് പട്ടിണിക്കാവ് നിയോജകമണ്ഡലത്തിൽ ശാസ്ത്രമംഗല ഭാഗം കൂടി തന്നിട്ടുണ്ട്. ശരി, അപ്പോ ഈ വരുന്ന 5 വർഷക്കാലം താങ്കൾ എന്താണ് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വരുന്ന 5 വർഷക്കാലം എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് മുമ്പായിട്ട് വരുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഓപ്പോസിറ്റ് കർണൂർ ഗ്രൗണ്ട്. അവിടെ ഞാൻ ഇവിടെ വാർഡ് പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് അടുത്തൊരു വിളപ്പിശാലയാക്കി മാറ്റാനുള്ള സംവിധാനത്തിലായിരുന്നു. ഞങ്ങൾ ആദ്യം അത് സമരം ചെയ്തു. രണ്ടാമത് ജനങ്ങളോടൊപ്പം നിന്ന് ഒപ്പുശേഖരണം നടത്തി പരാതി കൊടുത്ത് ഇപ്പൊ ഗ്രൗണ്ടിൽ മാലിന്യം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അത് പാർക്കാക്കി മാറ്റാനുള്ള ബോർഡ് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്ത പരാതിയുടെ പുറത്ത് 1,20,00,000 രൂപ അനുവദിച്ചത് പണിയും തുടങ്ങി. അത് ഞങ്ങൾ ചെയ്ത കാര്യം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 40 വർഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം. ഞങ്ങൾ അതിനും പോയി ബഹുമാനപ്പെട്ട MP ശശി തരൂരിനെ അറിയിക്കുകയും സാറിന്റെ റെക്കമെൻഡേഷനിലൂടെ സർക്കാരിലേക്ക് അറിയിക്കുകയും തുടർന്ന് ഇടപ്പഴിഞ്ഞി മുതൽ ജഗതി ജംഗ്ഷൻ വരെ റോഡിന്റെ 2 സൈഡിലും പുതിയ പൈപ്പ് ലൈൻ 81,36,000 രൂപയുടെ ടെൻഡറായി ഓർഡറായി പൈപ്പ് വാങ്ങി ഇനി PWD സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈന് വഴി ഇനി 50 വർഷത്തേക്ക് ജഗതിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇനിയും പറയാം, ഇനി അപ്പുറത്ത് മൈത്രി നഗറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഡ്രെയിനേജേ ഇല്ലായിരുന്നു. അതിന്റെ തൊട്ടടുത്താണ് കിള്ളിയാർ ഒഴുകി പോകുന്നത്. ഏറ്റവും കൂടുതൽ മാലിന്യം ഒഴുക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലം അതാണ്. ശിവമസാർ 10 വർഷം മുമ്പ് MLA ആയിരുന്നപ്പോൾ അന്ന് 36.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ഇവർ മലപ്പുറം വൈകിട്ട് കൊണ്ടേയിരുന്നു. നിരന്തരം ഓഫീസുകളിൽ കയറിയിറങ്ങി ആ പദ്ധതി ഡ്രെയിനേജ് പദ്ധതി അവിടെ പൂർത്തിയാക്കി. ഇപ്പൊ അവിടെയുള്ള എല്ലാവർക്കും സിവറേജ് സംവിധാനമുണ്ട്. ഇദ്ദേഹം വിജയത്തിൽ വരുന്ന 5 വർഷക്കാലം ജഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത്. എല്ലാവിധ വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്. Chipmunks, are we?